നിങ്ങൾ ശരിക്കും ജീവിക്കുന്നതിപ്പോഴാണോ? അതോ നിങ്ങളുടെ മനസ്സ് എവിടെയോ തടവിലാക്കപ്പെട്ടിരിക്കുകയാണോ? സുഹൃത്തുക്കളെ, സത്യം പറഞ്ഞാൽ നമ്മളിൽ പലരും ശരിക്കും ഈ നിമിഷത്തിലല്ല ജീവിക്കുന്നത്. നമ്മുടെ മനസ്സ് ഒന്നുകിൽ പണ്ട് കഴിഞ്ഞുപോയ വല്ല സങ്കടങ്ങളിലും കുടുങ്ങിക്കിടക്കുകയാവും, അല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന പേടിയിലാവും. ഈ വെപ്രാളത്തിനിടയിൽ കയ്യിലുള്ള ഇന്നത്തെ ദിവസം മണൽത്തരികൾ പോലെ വിരലുകൾക്കിടയിലൂടെ അറിയാതെ ചോർന്നുപോവുകയാണോ? ഇപ്പോൾ ഈ ജീവിക്കുന്ന നിമിഷത്തെ ശരിക്കും തിരിച്ചറിഞ്ഞവൻ ജീവിതത്തിന്റെ വലിയൊരു രഹസ്യം പിടികിട്ടിയവനാണ് എന്ന് പണ്ട് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കഷ്ടമെന്ന് പറയട്ടെ, നമ്മൾ ഈ നിമിഷം ആസ്വദിക്കുന്നതിന് പകരം ഓരോ നേരം പോകുമ്പോഴും അത് വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അതാണ് നമ്മുടെയൊക്കെ ഒരു ശീലവും. എന്റെ ജോലി ശരിയാകുമോ? നാട്ടുകാർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? നാളെയെല്ലാം തകിടം മറിയുമോ? എന്നിങ്ങനെ ഒരറ്റവുമില്ലാത്ത ചോദ്യങ്ങളുടെ കുഴിയിൽ ചാടി നമ്മൾ നമ്മുടെ ഉള്ളിലെ സമാധാനത്തെ സ്വയം നശിപ്പിക്കുകയാണ്. ഈ ആങ്സൈറ്റി എന്ന് പറയുന്നത് വെറുമൊരു തോന്നലല്ല, അത് നമ്മുടെ ശരീരത്തെയല്ല, മറിച്ച് നമ്മുടെ ആത്മാവിനെ തന്നെ കാർന്നുതിന്നുന്ന ഒരു നിശബ്ദ വിഷമാണ്. നമ്മുടെ തലച്ചോറിൽ ഓരോ ദിവസവും പതിനായിരക്കണക്കിന് ചിന്തകളാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ മിക്കതും വെറും അനാവശ്യമായ സങ്കടങ്ങളും പേടിയുമാണെന്ന് ശാസ്ത്രം തന്നെ പറയുന്നുണ്ട്. അതായത് ഒരേ പേടിയും ആകുലതയും നമ്മൾ ഓരോ ദിവസവും വെറുതെ ഇങ്ങനെ ആവർത്തിച്ച് പരിശീലിക്കുകയാണ്. ഒരു നാടകം ദിവസവും ഇങ്ങനെ റിഹേഴ്സൽ എടുത്താൽ അത് പിന്നീട് നമ്മുടെ യഥാർത്ഥ ജീവിതമായി മാറില്ലേ? നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അത് തന്നെയായി നിങ്ങൾ മാറും എന്ന് ബുദ്ധൻ പറഞ്ഞതിന്റെ പൊരുളും ഇതുതന്നെയാണ്. എപ്പോഴും ഇങ്ങനെ ആദിപിടിച്ചിരുന്നാൽ നമ്മുടെ ജീവിതം വെറും ഭയവും അപൂർണതയും നിറഞ്ഞതായി പോകും. ഈ വെപ്രാളം പിടിക്കുന്നതിലെ വലിയൊരു തമാശ എന്താണെന്നോ, അത് ഒരു പ്രശ്നത്തിനും പരിഹാരം കാണുന്നില്ല എന്നതുതന്നെയാണ്. പകരം ആ പ്രശ്നങ്ങളെ നേരാവണ്ണം നേരിടാനുള്ള നമ്മുടെ കരുത്ത് അത് ചോർത്തിക്കളയുകയും ചെയ്യും. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു കഷ്ടകാലം വരുമ്പോൾ ഇങ്ങനെ നെട്ടോട്ടം ഓടിയാൽ മാത്രം അത് തീരുമോ? ഒരിക്കലുമില്ല. എന്നിട്ടും മരുഭൂമിയിൽ ദാഹിച്ചു വലഞ്ഞ മൃഗം കാനൽ ജലത്തിനു പിന്നാലെ പായുന്നതുപോലെ നമ്മുടെ മനസ്സ് ഇതിനു പിന്നാലെ തന്നെ പോകും. അടുത്ത നിമിഷം എല്ലാം ശരിയാകുമെന്ന് അത് കൊതിക്കും. പക്ഷേ ഓരോ തവണയും വെറും നിരാശ മാത്രമായിരിക്കും ഫലം. ഈ ആകുലതകൾ നിങ്ങളെ സഹായിക്കുമെന്ന് വെറുതെ തോന്നിപ്പിക്കുമെങ്കിലും സത്യത്തിൽ അത് നിങ്ങളെ വലിയൊരു ശൂന്യതയിലേക്കാണ് തള്ളിയിടുന്നത്. ഈ വലിയ മനഃശാസ്ത്രം 2000 കൊല്ലം മുന്നേ ബുദ്ധൻ തിരിച്ചറിഞ്ഞതാണ്. മനസ്സ് ശാന്തമാണെങ്കിൽ ലോകം മുഴുവൻ ശാന്തമാകുമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ ലളിതമായ കാര്യം പാടെ മറന്നുപോയി. നമ്മൾ സമാധാനം തിരയുന്നത് പുറത്താണ്, പണത്തിലും പദവിയിലും വിജയത്തിലുമൊക്കെ. ഇപ്പോഴാണെങ്കിൽ മൊബൈൽ ഫോൺ സ്ക്രീനിലും. പക്ഷെ യഥാർത്ഥ സമാധാനം കുടികൊള്ളുന്ന നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ നമ്മൾ ഇനിയും പഠിച്ചിട്ടില്ല. ബുദ്ധന്റെ ജീവിതത്തിലെ ഒരു കുഞ്ഞു കഥ കേൾക്കൂ. ഒരിക്കൽ ഒരാൾ വലിയ സങ്കടത്തോടെ ബുദ്ധന്റെ അടുത്ത് വന്നു പറഞ്ഞു, ഭഗവാനെ, എനിക്ക് വലിയ പേടിയാണ്. ഭാവി ഇരുട്ടിലാണ്, കച്ചവടം പൂട്ടാൻ പോകുന്നു. വീട്ടിൽ ആർക്കും ഒരു സന്തോഷവുമില്ല. ഞാൻ എപ്പോഴും പേടിച്ചാണ് ജീവിക്കുന്നത്. ബുദ്ധൻ ചിരിച്ചുകൊണ്ടൊരു ചോദ്യം ചോദിച്ചു, നീ ഉറങ്ങുമ്പോൾ ഈ പേടി നിന്നെ ശല്യം ചെയ്യാറുണ്ടോ? ഇല്ല, ആ സമയത്ത് ഞാൻ സുഖമായി ഉറങ്ങുന്നു, അയാൾ പറഞ്ഞു. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, എങ്കിൽ മനസ്സിലാക്കിക്കോ, ഈ ആധി നിന്റേതല്ല, അത് നിന്റെ മനസ്സുണ്ടാക്കുന്ന ഒരു വെറും തോന്നലാണ്. നീ ഉണർന്നിരിക്കുമ്പോൾ മനസ്സ് നിന്നെ ഭരിക്കുകയാണ്, ഉറങ്ങുമ്പോൾ മനസ്സ് വിശ്രമത്തിലേക്ക് മാറുന്നു. എന്നിട്ട് ശാന്തമായി അദ്ദേഹം ഉപദേശിച്ചു, മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുക, അപ്പോൾ ഈ ആധിയൊക്കെ താനെ അവസാനിച്ചോളും. ഈ പാഠം ഇന്നത്തെ മനഃശാസ്ത്രത്തോടും ശരിക്കും ചേർന്നു നിൽക്കുന്നതാണ്. വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ മനസ്സ് വെറുതെ കാട്ടിക്കൂട്ടുന്ന ചില സങ്കല്പിക ദൃശ്യങ്ങൾ മാത്രമാണ് ഈ ആകുലതകൾ. നാളെയെക്കുറിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന സങ്കല്പങ്ങൾ സത്യമാണെന്ന് കരുതി നമ്മൾ വെറുതെ പേടിക്കുന്നു. സത്യമായ പേടിയും വെറും തോന്നലുള്ള പേടിയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ നമ്മുടെ തലച്ചോറിനത്ര പെട്ടെന്ന് കഴിയില്ല. അതുകൊണ്ടാണ് ഓരോ ആകുലതയും നമ്മുടെ ശരീരത്തിന് കേടുവരുത്തുന്നതും നമ്മളെ ആകെ തളർത്തിക്കളയുന്നതും. നേരിട്ടൊരപകടം മുന്നിൽ വന്നുപെട്ടാലെന്ന പോലെയാണ് ആ നേരത്ത് നമുക്ക് തോന്നുക. നെഞ്ചിടിപ്പങ്ങോട്ട് കൂടും, ശ്വാസം കിട്ടാത്ത പോലെയാകും, ഉറക്കം കെടുതി, മനസ്സാകെ ഒരു വല്ലാത്ത വെപ്രാളം. സത്യത്തിൽ നമ്മൾ പുറത്തുള്ള ശത്രുക്കളോടല്ല പൊരുതുന്നത്, നമ്മുടെ സ്വന്തം ചിന്തകളോടാണ്. ഈയൊരു പോരാട്ടത്തെയാണ് ബുദ്ധൻ അറിവില്ലായ്മയുടെ യുദ്ധം എന്ന് വിളിച്ചത്. ഈ ആധിയൊക്കെ വെറും വെറുതെയാണെന്ന് എന്ന് നീ തിരിച്ചറിയുന്നു, അന്ന് നീ ശരിക്കും സ്വതന്ത്രനാകും. ഇന്നത്തെ ലോകത്ത് ഈ ജയം, ബന്ധങ്ങൾ, ഭാവി, നാട്ടുകാർ എന്തു പറയും എന്നൊക്കെയുള്ള ചിന്തയിൽ കുടുങ്ങി മനുഷ്യന്റെ മനസ്സ് ഒരടച്ചിട്ട മുറി പോലെയായിട്ടുണ്ട്. അവിടെ കാറ്റുമില്ല, വെളിച്ചവുമില്ല. ആ മുറിക്കുള്ളിൽ ആധി അഥവാ ഉത്കണ്ഠ ഒരു വലിയ മതിൽ പോലെ ഇങ്ങനെ വളർന്നുവരികയാണ്. നമ്മൾ ഇടയ്ക്കിടെ ആ മതിലിൽ ചെന്ന് മുട്ടും, എന്നിട്ട് ചോദിക്കും, എന്താ എനിക്ക് മാത്രം ഒരു സന്തോഷമില്ലാത്തത്? സത്യം പറഞ്ഞാൽ സന്തോഷം എന്ന് പറയുന്നത് ഒരിക്കലും ലോട്ടറി അടിക്കുന്ന പോലെ ഭാഗ്യം കൊണ്ട് വരുന്നതല്ല. അത് നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണുന്ന രീതിയിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ്. നമ്മുടെ നോട്ടം അങ്ങോട്ട് വ്യക്തമായാൽ ആധി മാറും, ആധി മാറിയാൽ ജീവിതം തന്നെ ഒരു പ്രാർത്ഥന പോലെ സമാധാനമുള്ളതാകും. എന്തിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ സ്വഭാവമാണ് ഈ ആധിയുടെയൊക്കെ മൂലകാരണമെന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കയ്യിലല്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ വെറുതെ ചെന്ന് തൂങ്ങിക്കിടക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ എല്ലാം നടക്കണം എന്ന് നമ്മളങ്ങോട്ട് വാശിപിടിക്കും. പക്ഷെ ജീവിതം ഒരു പുഴ പോലെയാണ്. അത് ഒഴുകും, വളയും, തിരിയും, മാറും. അതിനെ തടയാൻ നോക്കിയാൽ ആ ഒഴുക്ക് നിനക്ക് തന്നെ പാരയാകും.
എന്നാൽ ആ ഒഴുക്കിനൊപ്പം നീങ്ങാൻ പഠിച്ചാലോ ഓരോ തിരമാലയും നിന്നെ കൂടുതൽ കരുത്തനാക്കും. ആകുലതയ്ക്കുള്ള മരുന്ന് ഗുളികകളിലല്ല ഇരിക്കുന്നത്, അത് കാര്യങ്ങളെ ഉള്ളതുപോലെ അംഗീകരിക്കുന്നതിലും മനസ്സിലാക്കുന്നതിലുമാണ്. സ്വന്തം ചിന്തകളെ കുറ്റപ്പെടുത്താതെ വെറുതെയൊന്ന് നോക്കി നിൽക്കാൻ നിനക്ക് കഴിഞ്ഞാൽ ഈ ആധിയൊക്കെ താനേ അലിഞ്ഞുപോയിക്കോളും. നിന്റെ ചിന്തകൾ തന്നെയാണ് നീ എന്ന് നീ തെറ്റിദ്ധരിക്കുമ്പോഴാണ് ഈ ആധി വളരുന്നത്. എന്നാൽ ഞാനീ ചിന്തകളല്ല, ഈ ചിന്തകൾ ഇങ്ങനെ വന്നുപോകുന്നത് നോക്കി നിൽക്കുന്ന ഒരാൾ മാത്രമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഈ ആധിയുടെ കളി അവിടെ തീരും. സൂക്ഷ്മമായ ആ ഒരു അറിവ് തന്നെയാണ് ആകുലതയ്ക്കുള്ള ഏറ്റവും വലിയ മരുന്നെന്ന് മനഃശാസ്ത്രവും പറയുന്നുണ്ട്. പൂർണ്ണമായ ഉണർവോടെ നീ ഈ നിമിഷത്തിൽ ജീവിക്കുമ്പോൾ ഭാവി നിന്നെ പേടിപ്പിക്കില്ല, കഴിഞ്ഞുപോയ കാര്യങ്ങൾ നിന്നെ പിന്നോട്ടു വലിക്കില്ല. അപ്പോൾ പേടിയോ വെപ്രാളമോ ആശയക്കുഴപ്പമോ ഇല്ലാത്ത ഒരു ശാന്തതയിൽ നിന്റെ മനസ്സ് അങ്ങോട്ടുറച്ചു നിൽക്കും. ഒന്ന് ആലോചിച്ചു നോക്കൂ, നീ ഒരു കുന്നിൻ മുകളിൽ നിന്ന് താഴെയുള്ള താഴ്വരയിലേക്ക് നോക്കുകയാണെന്ന് കരുതുക. അവിടെ മരങ്ങൾക്കിടയിൽ കുറച്ച് ഇരുട്ടും വെളിച്ചവുമൊക്കെ കാണാം. പക്ഷെ നീ ആ താഴേക്കിറങ്ങിച്ചെന്നാലോ നിനക്ക് ഇരുട്ടു മാത്രമേ കാണാൻ പറ്റൂ. മനുഷ്യന്റെ ഈ ആകുലതയും അതുപോലെയാണ്. അത് വളരെ താഴ്ന്ന ഒരു നോട്ടമാണ്. നീ നിന്റെ അറിവിന്റെ ഉയരങ്ങളിലേക്ക് ഒന്ന് കയറി നോക്കിയാൽ എല്ലാം ഉള്ളതുപോലെ തന്നെ ശരിയാണെന്ന് നിനക്ക് ബോധ്യപ്പെടും. എനിക്ക് ആധിയുണ്ട് എന്ന് തിരിച്ചറിയുന്നതാണ് ഇത് മാറ്റാനുള്ള ആദ്യത്തെ ചുവടുവെപ്പ്. ആ തിരിച്ചറിവാണ് ശരിക്കുള്ള ഉണർവ്. അവിടെ നിന്നാണ് നിന്റെ മോചനത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. ഈ ആകുലത എന്നത് വലിയൊരു സംഭവം ഒന്നുമല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് നിന്റെ ഉള്ളിലെ വെളിച്ചത്തെ മറയ്ക്കുന്ന വെറുമൊരു ചിന്താമേഘം മാത്രമാണ്. സൂര്യൻ ഒരിക്കലും കെട്ടുപോകുന്നില്ല, ആ മേഘത്തെ ഒന്നു മാറ്റി നിർത്തണമെന്നു മാത്രം. മനസ്സിനെ ജയിക്കുന്നവൻ ലോകത്തെ ജയിക്കുമെന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തേ, എനിക്ക് നിന്നോട് പറയാനുള്ളത് ഇതാണ്: ഈ ആധിയിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അതിനെ നിന്റെ ശത്രുവായി കാണരുത്. അത് നിന്നെ ചിലതൊക്കെ പഠിപ്പിക്കാൻ വന്ന ഒരു ഗുരുവായിട്ട് കരുതുക. ചിന്തകളുമായി നീ അമിതമായി അടുത്തുപോയി എന്ന് നിന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാനാണ് അത് വരുന്നത്. ആ പിടുത്തം ഒന്ന് അയച്ചുവിട്, അപ്പോൾ ജീവിതം താനേ പുഞ്ചിരിക്കുന്നത് നിനക്ക് കാണാം. ഓർക്കുക, അമിതമായി ആകുലപ്പെടുന്നവർ അവരുടെ നാളെ മാത്രമല്ല, ഇന്നത്തെ ദിവസം കൂടി വെറുതെ കളയുകയാണ്. വർത്തമാനകാലത്തെ മനസ്സിലാക്കുന്നവർക്ക് ഭാവിയെക്കുറിച്ച് ഓർത്ത് പേടിക്കേണ്ട കാര്യമേയില്ല. മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെ ആധിപിടിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നടക്കാത്ത കാര്യങ്ങളെ ഓർത്ത് നമ്മൾ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? നിനക്ക് ദുഃഖം വരുന്നത് ഏതെങ്കിലും ഒരു സംഭവം കൊണ്ടല്ല, മറിച്ച് ആ സംഭവത്തെക്കുറിച്ചുള്ള നിന്റെ ചിന്തകൾ കൊണ്ടാണ് എന്നാണ് ബുദ്ധൻ പറഞ്ഞത്. അതായത് നമ്മുടെ പ്രശ്നങ്ങളുടെ വേര് പുറത്തല്ല, അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. പേടിയെക്കുറിച്ചുള്ള വെറും സങ്കല്പമാണ് ഈ ഉത്കണ്ഠ. ഇനി അങ്ങനെ സംഭവിച്ചാലോ എന്നൊരു വല നമ്മുടെ മനസ്സങ്ങോട്ട് നെയ്യും. അതിൽ കുടുങ്ങി നമ്മൾ ഇന്നത്തെ സമാധാനം കളയും. വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വെറുതെ ഉള്ളിലിരുന്ന് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതാണ് പ്രശ്നം. അതൊക്കെ നമ്മുടെ ഒരു സുരക്ഷിതത്വത്തിനു വേണ്ടിയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ ആലോചിച്ചു കൂട്ടുന്ന ശീലമുണ്ടല്ലോ, അതാണ് ഈ ആധി എന്ന് പറയുന്ന വലിയ വിഷം. ബുദ്ധൻ പണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മനസ്സ് ഒരു മരക്കൊമ്പിൽ നിന്ന് വേറൊന്നിലേക്ക് ചാടിക്കളിക്കുന്ന കുരങ്ങനെപ്പോലെയാണ് എന്ന്. ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ഒരു ചങ്ങലക്കിടാത്ത കുരങ്ങനാണ്. അത് ഒരു ചിന്തയിലും അടങ്ങിയിരിക്കില്ല, എപ്പോഴും ചാടിക്കൊണ്ടിരിക്കും. ഭാവി എന്ന കൊമ്പിലേക്ക് അത് വീണ്ടും വീണ്ടും ചാടുമ്പോൾ ഉത്കണ്ഠ എന്ന് പറയുന്ന ആ കൂടുതാനെ അവിടെ ഉണ്ടാവുകയാണ്. ഒരിക്കൽ ഒരാൾ വലിയ വെപ്രാളത്തോടെ ബുദ്ധന്റെ അടുത്തുവന്നു. അയാളുടെ മുഖത്ത് വലിയ പേടിയും കണ്ണുകളിൽ വല്ലാത്തൊരു തളർച്ചയുമായിരുന്നു. അയാൾ പറഞ്ഞു, ഭഗവാനെ, എന്റെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർക്കാൻ പറ്റിയ വല്ല വഴിയും എനിക്ക് പറഞ്ഞു തരുമോ? ബുദ്ധൻ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു പ്രശ്നവുമുണ്ടാകാത്ത അങ്ങനെയൊരു വഴിയുമില്ല. എന്നാൽ ഒരു വഴിയുണ്ട്, അത് നിന്നെ ഈ വെപ്രാളങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കും. അയാൾ അത്ഭുതത്തോടെ ചോദിച്ചു, അത് ഏതാണ് ഭഗവാനെ? ബുദ്ധൻ പറഞ്ഞു, പ്രശ്നങ്ങൾ വരികയും പോകുകയും ചെയ്യും എന്ന് അങ്ങോട്ടുറപ്പിക്കുക. എന്നാൽ ഇവയൊക്കെ നോക്കി നിൽക്കുന്ന നീ ഒരിടത്തു തന്നെ ഉറച്ചു നിൽക്കുന്നവനാണ്. നീ വെറുമൊരു കാഴ്ചക്കാരനായാൽ ഈ ആധിക്കൊന്നും നിന്നെ തൊടാൻ പോലും പറ്റില്ല. ഇതാണ് ബുദ്ധന്റെ ഒരു രീതി. ചിന്തകളെ വെറുതെ നോക്കി നിൽക്കുക, അവയുമായി അങ്ങോട്ട് ഒട്ടിനിൽക്കരുത്. നിന്റെ മനസ്സിലൊരു ആധി വന്നാൽ അതിനെ തിരിച്ചറിയുക, അനുഭവിക്കുക, പക്ഷെ അതിന്റെ കൂടെ അങ്ങോട്ട് ഒഴുകിപ്പോകരുത്. അത്രമാത്രം ചെയ്താൽ മതി. നോക്കി നിൽക്കുമ്പോൾ തന്നെ ആ ചിന്ത പതുക്കെ താനേ അലിഞ്ഞുപോയിക്കോളും. ഞാൻ എന്റെ ചിന്തകളല്ല എന്ന് തിരിച്ചറിയുന്നതിനെയാണ് മനഃശാസ്ത്രം വലിയൊരറിവ് എന്ന് വിളിക്കുന്നത്. മനസ്സിന്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒന്നാമത്തെ ചുവടുവെപ്പാണിത്. ചിന്തകൾ വെറുമൊരു ഒഴുക്കുമാത്രമാണെന്ന് നീ തിരിച്ചറിയുമ്പോൾ ഈ ആധി എന്ന് പറയുന്നത് ആ പുഴയിലെ ഒരു കുമിള മാത്രമായി മാറും. അത് കുറച്ചുനേരം അവിടെ കാണും, പിന്നെ അങ്ങോട്ട് പൊട്ടിപ്പോകും. പക്ഷെ നമ്മുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ആ കുമിളയെ നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചു പോകും. ഈ ആധി എന്റേതാണ്, ഈ പേടി എന്റേതാണ് എന്നൊക്കെ നമ്മൾ പറയും. അവിടെയാണ് നമ്മൾ കുടുങ്ങുന്നത്. ബുദ്ധൻ പറഞ്ഞത് ഒരാൾ കത്തുന്ന കനൽക്കൈയിൽ മുറുക്കിപ്പിടിക്കുന്നത് പോലെയാണ് നമ്മൾ നമ്മുടെ ചിന്തകളെ പിടിച്ചുവച്ചിരിക്കുന്നത് എന്നാണ്.
എന്നിട്ട് നമ്മൾ പൊള്ളലേറ്റ് വേദനിക്കും, പക്ഷെ അത് വിട്ടുകളയാൻ നമുക്കത്ര താൽപ്പര്യമില്ല. ഇതിനെ മുറുകെ പിടിക്കുന്നതുകൊണ്ടാണ് എനിക്ക് പൊള്ളുന്നത് എന്ന് മനസ്സിലാക്കി അത് ഉപേക്ഷിക്കുന്നതാണ് ബുദ്ധത്വത്തിന്റെ ഒന്നാമത്തെ അനുഭവം. ഓർക്കുക, വിട്ടുകളയാൻ അറിയുന്നവനെ ശരിക്കും ജീവിക്കാൻ അറിയൂ. ഇന്നത്തെ ലോകത്ത് ഈ ആധി എന്ന് പറയുന്നത് വലിയൊരു സംഭവമായി മാറിയിരിക്കുകയാണ്. ഞാൻ ഭയങ്കര തിരക്കിലാണ്, എനിക്ക് വലിയ ടെൻഷനാണ് എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമായിട്ടാണ് ആളുകൾ നടക്കുന്നത്. എന്നാൽ ഇത് തിരക്കല്ല, മറിച്ച് വെറും ബോധമില്ലായ്മയാണ്. നമ്മൾ എപ്പോഴും എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുന്നു. അങ്ങനെ ചിന്തിച്ച് നമ്മളിൽ നിന്ന് തന്നെ നമ്മൾ ദൂരേക്ക് പോവുകയാണ്. സ്വന്തം ഉള്ളിലെ ആ നിശബ്ദതയെ തിരിച്ചറിയാത്തവന് ശരിക്കുള്ള ബുദ്ധി എന്താണെന്ന് പിടികിട്ടില്ല എന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. ബോധപൂർവം ഉണർവോടെ ജീവിക്കുമ്പോൾ ശരീരത്തിലെ ആ വല്ലാത്ത സ്ട്രെസ്സൊക്കെ കുറയുമെന്ന് പുതിയ കാലത്തെ ശാസ്ത്രവും പറയുന്നുണ്ട്. ശരീരം നല്ല ഉഷാറാകും, ഉറക്കം നന്നാകും, ജീവിതത്തിനൊരു ഗുണമുണ്ടാകും. ബുദ്ധന്റെ ധ്യാനം എന്ന് പറയുന്നത് വെറുമൊരു ആത്മീയ വഴിയല്ല, അതൊരു ശാസ്ത്രീയമായ ചികിത്സ കൂടിയാണ്. എന്തെങ്കിലും നഷ്ടപ്പെടുമെന്ന പേടിയിൽ നിന്നാണ് ഈ ആധിയുടെ ഏറ്റവും വലിയ കുഴപ്പമുണ്ടാകുന്നത്. പണം പോകുമോ, ബന്ധങ്ങൾ തകരുമോ, നാട്ടുകാരെന്തു പറയും, ഭാവിയിൽ വല്ല മോശവും സംഭവിക്കുമോ എന്നൊക്കെ നമ്മൾ വെറുതെ പേടിക്കും. എന്നാൽ ബുദ്ധൻ പറയുന്നത് നഷ്ടപ്പെടുമെന്ന് പേടിക്കുന്നവൻ സത്യത്തിൽ ഒന്നും നേടിയിട്ടില്ല എന്നാണ്. കാരണം നിന്റെ ഉള്ളിലെ ആ അറിവിനെയും നിന്റെ അസ്തിത്വത്തെയും ആർക്കും തട്ടിയെടുത്തു കൊണ്ടുപോകാൻ പറ്റില്ല. ഈ സത്യം എന്നാണോ നിനക്ക് ബോധ്യപ്പെടുന്നത്, അന്ന് ഈ ആധിയൊക്കെ താനേ തീർന്നോളും.